ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു മാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഒരു കഷ്ണം വായിലിട്ട് നോക്കിയപ്പോഴത്തേക്കും മാങ്ങയ്ക്ക് ഭയങ്കര പുളിയായിരുന്നു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഈ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടിയതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. അച്ചാറിലിടാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി തൊലി പൊളിച്ച് ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തീരെ അങ്ങ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ വലിയ സ്പൂണിൽ 1 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിരിക്കാൻ. ഇനി ഇത് 1 മിനിറ്റോളം സമയം നമുക്ക് ചെറു തീയിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മുളക് പൊടി. ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടിയും, അതായത് 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ തീ എപ്പോഴും ചെറു തീയിലിട്ട് വേണം നമ്മൾ മസാല ഇതുപോലെ മിക്സ് ആക്കേണ്ടത്. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഞാൻ നേരത്തെ മാങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മസാല നമുക്ക് തയ്യാറാക്കുമ്പോൾ അല്പം ഉപ്പ് വേണം. അതിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതായ മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്, വലിയ സ്പൂൺ നോക്കി. വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് വേവിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. ഈ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.